നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു കമ്പനിയും ഒരു സിസ്റ്റം ഇല്ലാത്ത കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വീക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെ കമ്പനി ഒന്ന് സെറ്റാക്കി എടുക്കുന്നതിന് വേണ്ടി, ഒന്ന് ഓർഗനൈസ് ആക്കി എടുക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീക്കിൽ സംസാരിക്കുന്നത്. ഒരു യാത്ര നമ്മൾ പോകാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്കായുള്ള കാര്യം എന്താ? നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എവിടെ നിന്നാണ് പോകുന്നത്, അതിൻ്റെ റൂട്ട് എന്താണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന റൂട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അല്ലേ? അതൊരു ബേസിക്കാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എങ്ങനെ നമ്മൾ പോകുക, അതിൻ്റെ റോഡ് മാപ്പ് എന്താണ്, ഇത് മനസ്സിലാക്കുന്നത്. ഇത് മിക്ക ബിസിനസ്സുകാരെ മൈൻഡിലുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ മൈൻഡിലുണ്ടായ പോലെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ഡോക്യുമെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഫയലാക്കിയിട്ട് അത് ഷെൽഫിൽ വെക്കരുത്. അതൊരു ഫയലാക്കിയിട്ട് നിങ്ങൾ ടേബിൾമേ തന്നെ വെക്കണം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാൻ പറ്റണം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഗോൾ സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ മൊബൈലിൽ വാൾപേപ്പർ ആക്കിയിട്ടു. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എപ്പോൾ ഫോൺ അൺലോക്ക് ചെയ്താലും ഇതായിരിക്കും കാണുന്നത്. ഇതിൻ്റെ ഗുണമുണ്ട്. എന്താണെന്നറിയും, നമുക്ക് ഫസ്റ്റൊക്കെ ഇതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊരു സംശയമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഇത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് നമുക്കൊരു കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടും കുറച്ചും കൂടി ഈസി ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലത്തെ ട്രിക്കൊക്കെ എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിനിമം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മളെ ഗോൾ എന്താണ്, നമ്മളെ മെയിൻ ലക്ഷ്യം എന്താണ്, നമ്മൾ ബിസിനസ് ഗോൾ എന്താണ് നമ്മളെ കറൻറ്റ് പൊസിഷൻ. അപ്പം നമ്മളെ ബിസിനസ്സിൻ്റെ ഗോൾ എന്താ? അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു അപ്ലയൻസ് കമ്പനി ഉദാഹരണത്തിന് പറയുകയാണ്. 2030 ആകുമ്പോഴേക്ക് കേരളത്തിൽ മൊത്തം പ്രസൻസ് ഉള്ള കേരളത്തിൽ നമ്പർ 1 അപ്ലയൻസസ് ഷോപ്പായിട്ട് മാറണം എന്നുള്ളതാണ് ഈ ഒരു എക്സ് എന്നുള്ള ഒരാളുടെ ഒരു ബിസിനസ് ഗോൾ എന്ന് പറഞ്ഞത്. കേരളത്തിലെ നമ്പർ 1 കമ്പനി, നമ്പർ 1 അപ്ലയൻസ് കമ്പനി എൻ്റെ കമ്പനി ആയിരിക്കണം എന്നാണ് എക്സിൻ്റെ ആഗ്രഹം. അപ്പോൾ കറൻ്റ്ലി ആൾ കേരളത്തിലെ, ഇപ്പോൾ ഇനി കറൻറ്റ് പൊസിഷൻ നോക്കണം. അപ്പോൾ കറൻ്റ്ലി ആൾ കേരളത്തിലെ 3ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഈ 3ാമത്തെ പൊസിഷനിൽ ഇപ്പോൾ 2025 2025 3ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആൾ 2030 ആകുമ്പോഴേക്ക് 1ാമത്തെ പൊസിഷനിലേക്ക് എത്തണം. ഇപ്പോൾ നിലവിലാക്കുക ഒരു 7 ബ്രാഞ്ചിന് നോക്കുക. ഈ 7 ബ്രാഞ്ചിൽ നിന്ന് കേരളത്തിലെ എല്ലാ ജില്ലയിലും പ്രസൻസ് ഉള്ള 14 ബ്രാഞ്ചുകളുള്ള ഒരു ഹോം അപ്ലയൻസ് കമ്പനിയായിട്ട് മാറണം എന്നുള്ളതാണ് പുള്ളിയുടെ ഗോള്. അപ്പോൾ ഇവിടെ 2026 ഉണ്ട്, 2027 ഉണ്ട്, 2028 ഉണ്ട്, 2029 ഉണ്ട്. ഇത് ഡിഫറെൻറ്റ് ടച്ച് പോയിന്റുകളാണ്. അപ്പോൾ പുള്ളി പ്ലാൻ ചെയ്യുക എങ്ങനെയാണ്? ഇപ്പോൾ 2025 നിന്നും 2030 14 ബ്രാഞ്ചുകളുള്ള കേരളത്തിൽ നമ്പർ 1 ആവണമെന്നുണ്ടെങ്കിൽ 2026 എവിടെ എത്തണം, 2027 എന്തായിരിക്കും എൻ്റെ പൊസിഷൻ, 2028 എന്തായിരിക്കും എൻ്റെ പൊസിഷൻ, 2029 എന്തായിരിക്കും, 30 ഞാൻ ഈ ഗോളിലേക്ക് എത്തുന്നതിനുള്ള ഒരു റോഡ് മാപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ സമയത്തും ഓരോ വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അവിടെ എന്താണോ നെഗറ്റീവ് എന്നുള്ളത് അത് റിക്കവർ ചെയ്യുന്നു, എന്താണ് അഡീഷണലായിട്ട് ആഡ് ചെയ്യണമെന്നുള്ള ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് 2030 ആകുമ്പോഴേക്കും ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു. ഇതൊരു ബേസിക് കാര്യം. കാരണം വെച്ചാൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇതൊരു ബേസിക് ആയ സംഭവം. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങളെ കസ്റ്റമറെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് ഐഡിയ ഉണ്ടായിരിക്കില്ല, ഡോക്യുമെൻ്റ് ചെയ്യണം. ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? രണ്ടാമതായിക്കൊണ്ട് എന്താണ് നിങ്ങളെ ടാർഗറ്റ് കസ്റ്റമർ പെയിൻ പോയിൻറ്റ്സ്? മൂന്നാമതായിക്കൊണ്ട് നിങ്ങളെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ ടാർഗറ്റ് കസ്റ്റമർ പെയിൻ പോയിൻറ്റ്സ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഹോം അപ്ലയൻസിൻ്റെ കേസിൽ ഒരു AC പ്രൊഡക്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ടാർഗറ്റ് കസ്റ്റമർ ആരാ? എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലേ, മിഡിൽ ക്ലാസ് ഫാമിലീൻ്റെ മുകളിലേക്കായിരിക്കും ചിലപ്പോൾ AC യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നിങ്ങളെ ടാർഗറ്റ് കസ്റ്റമർ. അവരുടെ പെയിൻ പോയിൻറ്റ്സ് എന്താണ്? ഇലക്ട്രിസിറ്റി ബില്ല് ഒരു പ്രോബ്ലം ആയിരിക്കും. കാരണം AC വെച്ചാൽ ബില്ല് കൂടുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒറ്റയടിക്ക് ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ EMI ഫെസിലിറ്റി ഒരു പെയിൻ പോയിൻറ്റ്സ് ആയിരിക്കാം. അതുപോലെ പിന്നെ വേറെ എന്തായിരിക്കും? ഇപ്പോൾ AC വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓൺ ടൈം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ AC വാങ്ങിയിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പല ആളുകളും എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഓൺ ടൈം ഡെലിവറി പ്രോപ്പറായിട്ട് ഡെലിവറി കിട്ടുക എന്നുള്ളത് ഒരു കൺസേൺ ആണ്. പിന്നെന്താണ് അവരുടെ പെയിൻ പോയിൻറ്റ്സ് ഉണ്ടാവുക? ഒറ്റൊന്നും കൂടെ ഓക്കെ, ക്വാളിറ്റി. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ആരാണ്? കസ്റ്റമർ പെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെ കസ്റ്റമർ പെയിൻ പോയിൻറ്റ്സുകൾ? കസ്റ്റമർക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഒരു പെയിൻ പോയിൻറ്റ്സ് ആണ്, ഓൺ ടൈം ഡെലിവറി ഒരു പെയിൻ പോയിൻറ്റ്സ് ആണ്, സിംഗിൾ പേയ്മെൻറ്റ് കൊടുക്കുക പെയിൻ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നിങ്ങളുടെ കസ്റ്റമർ പ്രശ്നങ്ങളാണ്. അപ്പോൾ
അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ റേറ്റിംഗ് നല്ല ഹൈ ആണ്, ഇലക്ട്രിസിറ്റി വളരെ കുറഞ്ഞ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ അഡ്രസ്സ് ചെയ്തു. EMI ഫെസിലിറ്റി നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഡെലിവറി സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഡെലിവറി ഗ്യാരണ്ടീഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിന് കസ്റ്റമറെ ഈ ഒരു പെയിൻ പോയിന്റ്സ് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി നിങ്ങൾ 10 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കസ്റ്റമറെ നമ്മൾ കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറയും. പല ആൾക്കാരും ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ കസ്റ്റമർ പ്രൊഫൈലിംഗ്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മോഡേൺ മാർക്കറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമർ പ്രൊഫൈലിംഗ്. ഒരു ബേസിക്കായുള്ള കാര്യമാണ്. അപ്പോൾ കസ്റ്റമർ പ്രൊഫൈലിംഗ് ചെയ്യാത്ത ആൾക്കാർ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുകയും ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യണം. അതായത് ആരാണ് നിങ്ങളെ കസ്റ്റമർ, എന്താണ് നിങ്ങളെ കസ്റ്റമർ പെയിൻ പോയിന്റ്സുകൾ, നിങ്ങളെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഈ കസ്റ്റമർ പെയിൻ പോയിന്റ്സിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, അപ്പോൾ ഈ വീക്കിൽ ഞാൻ സംസാരിക്കുന്നത് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. നിങ്ങളെ കമ്പനി ഓർഗനൈസ് ചെയ്തെടുക്കുന്നതിൻ്റെ സ്റ്റെപ്പാക്കിയിട്ട് ഫസ്റ്റ് ഭാഗമായിട്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ വീക്കിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മളെ ഗോൾ സെറ്റ് ചെയ്യുക. അതായത് എന്താണ് നമ്മളെ മെയിൻ ഗോള്, എവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, നമ്മളെ മെയിൻ ഗോളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്താൻ പോകുന്നത്, ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും സെറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്ത് ഫയലാക്കണം. രണ്ടാമത്തെ കേസ് നിങ്ങളെ കസ്റ്റമറെ കുറിച്ചൊരു ബേസിക് ഐഡിയ, നിങ്ങളെ മാർക്കറ്റിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ, ആരാണ് നിങ്ങളെ കസ്റ്റമർ, എന്താ നിങ്ങളുടെ കസ്റ്റമർ പെയിൻ പോയിന്റ്സ്, നിങ്ങൾ എങ്ങനെയാണ് കസ്റ്റമർ പെയിൻ പോയിന്റ്സ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കില്ലേ? കാരണം ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് മാത്രം നിങ്ങളുടെ കമ്പനി ഒരിക്കലും സെറ്റ് ആവില്ല കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന കാര്യം ഇതൊരു വർക്ക്ഷോപ്പായി കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യം അതുപോലെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.